Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next class which is based on 2-mark questions. Previous year questions in the 2-mark questions in the കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ MCQയും 2-mark ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരെങ്കിലും ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ. അതേമാതിരി തന്നെ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാംസ് ഓൺ ഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായി തന്നെ പഠിക്കുക. ഇപ്പോൾ വേറെ എക്സാംസ് ആണെങ്കിൽ പോലും കുറച്ച് നേരമെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ന്യൂമറിക്കൽ സബ്ജക്ട്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഇങ്ങനെ ന്യൂമറിക്കൽസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. സ്ഥിരമായി ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എന്നാലേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. ഓക്കെ. In figure, PA and PB are tangents to a circle with center O. If angle APB is equal to 70 degree, find M angle AQB എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, M angle AQB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനർ ആംഗിൾ AQB എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ APB ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. PAPB ടാൻജൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് കേട്ടോ. സോ ആംഗിൾ APB is equal to 70 degree given. PA and PB are tangents. ഇതും ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഓക്കെ, ടു ഫൈൻഡ് M ആംഗിൾ AQB. നമുക്ക് PAയും PBയും ഈക്വൽ ആണെന്ന് അറിയാം അല്ലെ. PA ഈക്വൽ ടു PB ആണ്. നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് അറിയാം? ഒരു ടാൻജന്റിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും അതുണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളും കൂടെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് അറിയാം. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രൂഫ് അടക്കം പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ദാറ്റ് ഈസ് ആംഗിൾ APB പ്ലസ് ആംഗിൾ AOB ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ബിക്കോസ് ടാൻജൻസ് മേക്ക് സപ്ലിമെന്ററി ആംഗിൾസ്. ഈ ടാൻജന്റിന്റെ ഈ ആംഗിളും ഈ ഒരു ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെന്ററി ആണ് എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ, ഈ ഒരു ആംഗിളും കൂടെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഗെറ്റ് ദ സം ആസ് 180 ഡിഗ്രി. അതൊരു തിയറം ആക്കി പഠിച്ചു വെക്കുക. അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. അതങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. സോ ആംഗിൾ AOB is equal to 180 minus 70, that is equal to 110 degree. ആംഗിൾ AOB നമുക്ക് എത്രയാണ് കിട്ടി? 110 ഡിഗ്രി ആണ് കിട്ടി. നമ്മൾ ആദ്യം AOB കണ്ടുപിടിക്കുന്നു. ആ AOBയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? AQB കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ആംഗിളും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയില്ല. സോ യൂസ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമ്മളുടെ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ an arc at the center is twice the angle subtended by the arc at any other point എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ആർക്ക് കാരണം ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിള് ആ ആർക്ക് കാരണം, ഇപ്പൊ AB എന്ന് പറഞ്ഞിട്ടുള്ള ആർക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ആർക്ക് കാരണം ഉണ്ടാവുന്ന വേറൊരു പോയിന്റിലത്തെ ആംഗിളിന്റെ കൃത്യം ഡബിൾ ആയിരിക്കും എന്തുണ്ടാവുന്നത്? സെൻട്രൽ ആംഗിൾ ഉണ്ടാവുന്നത്. അതായത് ഇത് X ആണെങ്കിൽ ഇത് ആക്ച്വലി എന്തായിരിക്കണം? 2X ആയിരിക്കണം. ഇതിന്റെ പ്രൂഫ് അടക്കം നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു തിയറമാണ് നമ്മൾ ഇവിടെ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് angle AOB is actually 2 angle AQB. Reason എഴുതണം. Angle subtended by an arc at the center is double the angle subtended by arc at any other point on the circle. അപ്പൊ സെന്ററിൽ ഒരു ആർക്ക് ഉണ്ടാക്കുന്ന സെയിം ആർക്ക് തന്നെ എടുക്കണം. AB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്ക് കാരണം ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിൾ AB കാരണം ഉണ്ടാവുന്ന ആർക്കിന്റെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിളുടെ ഡബിൾ ആണ്. അപ്പൊ സെയിം തന്നെ ആയിരിക്കണം ആർക്ക് ഒരിക്കലും വ്യത്യാസമാവാൻ പാടില്ല. AB എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആർക്ക് കാരണമാണ് ആക്ച്വലി AOB എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ടാവുന്നത്, AQB എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ടാവുന്നത്. അപ്പൊ സെയിം ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ വിൽ ബി ഓൾവേസ് ട്വൈസ് ദ
ആംഗിൾ മെയ്ഡ് ബൈ ദ സെയിം ആർക്ക് അറ്റ് എനി അതർ പോയിന്റ്. ഓക്കെ, അപ്പൊ ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംഗിൾ എ ക്യു ബി ആണ്. ഓർ ആംഗിൾ എ ഒ ബി ബൈ 2 ഇസ് ആംഗിൾ എ ക്യു ബി. ഓർ 110 ഡിവിഷൻ 2 ഇസ് ഈക്വൽ ടു ആംഗിൾ എ ക്യു ബി. അപ്പൊ 110 ഡിവിഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 55 ഡിഗ്രി ആണ്. ദാറ്റ് ഇസ് ആംഗിൾ എ ക്യു ബി ഇസ് ഈക്വൽ ടു 110 by 2 ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഇങ്ങനെ റിലേഷൻ ഓർത്തിരിക്കുക. ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. ഇനി എന്താണ്? സെൻട്രൽ ആംഗിൾ മറ്റേ ആംഗിളിനേക്കാളും ട്വൈസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറംസ് എപ്പോഴും നമുക്ക് നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ തിയറംസും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. So moving on to the next 2 mark question. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മോഡൽ എക്സാമിനോ അല്ലെങ്കിൽ പീരിയോഡിക് എക്സാമിനോ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ റെഗുലർ ആയിട്ട് പീരിയോഡിക് എക്സാമിനോ അല്ലെങ്കിൽ മോഡൽ എക്സാമിനോ ചോദിക്കുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും കാണാണ്ടിരിക്കാൻ വഴിയില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും ഇത് പഠിച്ചിട്ട് പോവാ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രൂഫ് രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ആ പ്രൂഫ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം. അപ്പൊ ആ പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ സെയിം രീതിയിൽ തന്നെ എഴുതിയാൽ മതി. അല്ലാൽ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാലും ഇതേ സെയിം രീതിയിൽ തന്നെ എഴുതിയാൽ മതി. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ MCQലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാ വരിക എന്നുള്ളത് ഞാൻ ഈ പറയുന്നതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ 3 രീതിയിൽ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡൈമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ പെരിമീറ്റർ ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിക്കാം 2 മാർക്കിന്. അല്ലാന്നുണ്ടെങ്കിൽ പെരിമീറ്റർ തന്നെ MCQ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് പ്രൂഫ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ 3 രീതിയിൽ 3 മാർക്കിനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ MCQന് 1 മാർക്കിന് ചോദിക്കാം, ഇങ്ങനെ 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂഫ് ആയിട്ട് 3 മാർക്കിന് ചോദിക്കാം. അപ്പൊ അത്രയും ഒരു ഇമ്പോർട്ടന്റ് റെലവന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എന്തായാലും നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. ABC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പ് പോർഷനിലുള്ള ട്രയാങ്കിളുടെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇഫ് AP ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് കേട്ടോ. 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ MCQൽ എങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ചു തരാം. MCQൽ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുന്നില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ സ്കൂൾ എക്സാംസിന് ചില സ്കൂളുകാര് MCQൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ MCQന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട. നിങ്ങൾ ആകെ ഒരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is always twice the ടാൻജന്റ് ലെങ്ത്. ടാൻജന്റിന്റെ ലെങ്ത് ആണ് കേട്ടോ. തന്നിട്ടുള്ളത് ടാൻജന്റ് തന്നെയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം, എന്നിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ of triangle ABC is actually twice the tangent length. 2 into AP എന്ന് എഴുതാണ്ട 2 into tangent length എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ടാൻജന്റ് ലെങ്ത് ആണോ തന്നിട്ടുള്ളതെന്ന് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ AP ഇവിടെ എന്താണ്? ടാൻജന്റ് ആണ്. സോ നമുക്ക് ഇവിടെ ഡയറക്ട്ലി ഈ ഫോർമുല യൂസ് ചെയ്യാം. 2 into 12 that is equal to 24 സെന്റിമീറ്റർ. അപ്പൊ ആക്ച്വലി നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്താണ്? 24 സെന്റിമീറ്റർ ആണ്. ഇതാണ് MCQ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഏരിയ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC is twice ടാൻജന്റ് ലെങ്ത്. ഇതൊരു ബോക്സിലാക്കി ഒരു ചെറിയൊരു ഫോർമുല ആക്കി പഠിച്ചു വെക്കുക. MCQന് ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓപ്ഷൻസ് മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് ഈ ഒരു ഫോർമുല വെച്ചിട്ട് അത് ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചും വെക്കുക. ഓക്കെ, അപ്പൊ 24 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി ഇത് തന്നെ 2 മാർക്കിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കി നോക്കാം. We know that AP is equal to AQ അല്ലെ. Tangents from external point are equal. Okay. Actually AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AP is equal to AB plus BP അല്ലെ. And AQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AC plus CQ ആണ്.
എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് ബി പിയും എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സി പ്ലസ് ക്യു സി ആണ്. പക്ഷേ ഈ ക്യു സിയും ബി പിയും ഒരിക്കലും നമ്മളുടെ ട്രയാങ്കിൾ എ ബി സിയുടെ ഭാഗമായി വരുന്നില്ല അല്ലെ. നമുക്ക് വേണ്ടത് എന്താ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ്. അപ്പൊ എ ബി വരുന്നുണ്ട്, എ സി വരുന്നുണ്ട്, പക്ഷെ ബി സി അവിടെ വരുന്നില്ല. അപ്പൊ ബി സി വരുത്താൻ നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കി നോക്കാം. വി ക്യാൻ ബ്രിങ് ബി സി ബിക്കോസ് ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ പോയിന്റ് ഡി എന്നൊരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഡി എന്ന് പറഞ്ഞൊരു പോയിന്റും കൂടി ഉണ്ട്. ബി പിനെ നമുക്ക് എന്താക്കാം? ബി ഡി എന്നാക്കാം. സി ക്യൂനെ നമുക്ക് എന്താക്കാം? സി ഡി എന്നാക്കാം. ഓക്കെ, അപ്പൊ ആക്ച്വലി ഞാനിത് ഇക്വേഷൻ 1 ആക്കി റെപ്രസെന്റ് ചെയ്തു, ഇത് 2 ആക്കി റെപ്രസെന്റ് ചെയ്തു. ബി പി is equal to എന്താണ്? ബി ഡി ആണ്. അതേമാതിരി തന്നെ സി ക്യു is equal to എന്താണ്? സി ഡി ആണ്. എന്താണ്? ടാൻജൻസ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് ആർ ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ബി പി ഈക്വൽ ടു ബി ഡി എന്ന് എഴുതാം, സി ക്യു ഈക്വൽ ടു സി ഡി എന്ന് എഴുതാൻ കാരണം എന്താണ്? ബിക്കോസ് ബി പി ആൻഡ് സി ക്യു ആർ എക്സ്റ്റേണൽ ലെങ്സ് അല്ലെ. നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത രണ്ട് ലെങ്ത് ആണ് ബി പിയും സി ക്യു. അപ്പൊ നമുക്ക് വേണ്ട രീതിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബി പിനെയും സി ക്യുവിനെയും മാറ്റി എഴുതാൻ പോവാണ്. സോ ഇക്വേഷൻ 1 ഇംപ്ലൈസ് എ പി ഇസ് ഈക്വൽ ടു എന്താണ്? എ ബി പ്ലസ് ബി ഡി ആൻഡ് ഇക്വേഷൻ 2 ഇംപ്ലൈസ് എ ക്യു ഇസ് ഈക്വൽ ടു എ സി പ്ലസ് സി ഡി. ഓക്കെ, അപ്പൊ ബി ഡിയും കിട്ടി, സി ഡിയും കിട്ടി. ബി ഡി പ്ലസ് സി ഡി എന്താണ്? ബി സി ആണ്. പിന്നെ എ ബി ഉണ്ട്, എ സി ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് എല്ലാം വേണ്ട ലെങ്ത്തുകളും അല്ലെങ്കിൽ എല്ലാ ഡൈമെൻഷൻസും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ജസ്റ്റ് രണ്ട് ഇക്വേഷൻസ്, ഇക്വേഷൻ എയും ഇക്വേഷൻ ബിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ജസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഇക്വേഷൻ എ പ്ലസ് ഇക്വേഷൻ ബി ഇംപ്ലൈസ് AP plus AQ is equal to AB plus BD plus CD plus AC. ഓക്കെ, എ പിയും എ ക്യൂവും എന്താണ്? ഈക്വൽ ആണ് അല്ലെ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? എ പി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ക്യൂവിനെയും കൂടെ എ പിയുടെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ. സോ എ പി പ്ലസ് എ പി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് വാട്ട് ഇസ് ബി ഡി പ്ലസ് സി ഡി? ബി ഡി പ്ലസ് സി ഡി എന്താണ്? ബി സി ആണ് അല്ലെ, പ്ലസ് എ സി. ഈ ഒരു റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എ ബി പ്ലസ് എ സി പ്ലസ് ബി സി, ഇറ്റ് ഇസ് ആക്ച്വലി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലെ. അപ്പൊ നമുക്ക് എന്താ എഴുതാനായിട്ട് പറ്റും? ഇറ്റ് ഇസ് ആക്ച്വലി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. പെരിമീറ്റർ ഞാൻ ജസ്റ്റ് പി ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നാണ് എഴുതുന്നത്. ദാറ്റ് ഇസ് 2 into 12 is equal to perimeter of triangle ABC or 24 is equal to perimeter of triangle ABC. ഇത് തന്നെയല്ലേ നമുക്ക് ജസ്റ്റ് രണ്ട് സ്റ്റെപ്പിനുള്ളിൽ ആൻസർ കിട്ടിയത്? 24 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൈസ് ദ ടാൻജന്റ് ലെങ്ത് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 3 മാർക്കിന് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 മാർക്കിൽ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി 3 മാർക്കിൽ വരികയാണെങ്കിൽ ഞാൻ റിപ്പീറ്റേഷൻ പറഞ്ഞു തരുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെ പഠിക്കുക. MCQന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, 2 മാർക്കിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, 3 മാർക്കിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്. 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു ദിസ് ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾ എന്ത് ചെയ്യാം? സെയിം രീതിയിൽ പ്രൊസീഡ് ചെയ്യുക. ദാറ്റ് ഈസ് എ പി ഈക്വൽ ടു എ ക്യു ആണ്. അതേമാതിരി തന്നെ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി പ്ലസ് ബി പി ആണ്, എ സി പ്ലസ് ക്യു സി ആണ്. ബി പിനെ മാറ്റി ബി ഡി ആക്കുന്നു, സി ക്യൂനെ മാറ്റി സി ഡി ആക്കുന്നു. സെയിം രീതിയിൽ നിങ്ങൾ അപ് ടു ദിസ് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊസീഡ് ചെയ്യുക കേട്ടോ. അപ്പൊ 2AP is equal to നമുക്ക് എന്ത് കിട്ടി? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഇത് 3 മാർക്കിന് ഇങ്ങനെ തന്നെ ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 3 മാർക്കിന് എ പി ഈക്വൽ ടു ഹാഫ് ഓഫ് പെരിമീറ്റർ ട്രയാങ്കിൾ എ ബി സി എന്ന് ചോദിക്കാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയമെൻഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ബിക്കോസ് ഡയമെൻഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ 2AP ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നുള്ള പ്രൂഫ് നമുക്ക് ഇവിടം വരെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടി. അല്ല എ പി ഈക്വൽ ടു ഹാഫ് ഓഫ് പെരിമീറ്റർ ട്രയാങ്കിൾ എ ബി സി എന്നാണെങ്കിൽ ഈ 2 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായി? ഹാഫായി. അല്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയും ചോദിക്കാം, എ പി ഈക്വൽ ടു ഹാഫ് ഓഫ് എ ബി
പ്ലസ് ബി സി പ്ലസ് എ സി. ഈ രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 3 രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി. ആരെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്കോ ആരെങ്കിലും മോഡൽ എക്സാമോ അറ്റൻഡ് ചെയ്ത് ഈ ഏതെങ്കിലും ഈ ഒരു പാറ്റേണിൽ ഈ ക്വസ്റ്റ്യൻ മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാവും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായി പഠിച്ചു വെക്കാം. കാരണം ഈ ക്വസ്റ്റ്യൻ തന്നെ 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം. 3 മാർക്കിന് ചോദിക്കുന്ന ഡിഫറെന്റ് ഫോംസ് ആണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തന്നിട്ടുള്ളത്. എങ്ങനെ 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഇത് പഠിച്ചൊന്ന് എഴുതി നോക്കിയിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാട്ടോ. So this is our next 2 mark question. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ആരെങ്കിലും മോഡൽ എക്സാമിനോ പീരിയോഡിക് എക്സാമിനോ കണ്ട് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യനും. ഈ ക്വസ്റ്റ്യൻ എന്താണ്? If in figure a circle touches all the 4 sides of a quadrilateral ABCD, AB 6 cm ആണ് തന്നിട്ടുണ്ട്, BC 9 cm ആണ് തന്നിട്ടുണ്ട്, and CD 8 cm ആണെന്ന് തന്നിട്ടുണ്ട്. Find AD എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും ഇത് ചിലപ്പോൾ 1 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് MCQലും ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹാഫ് ലെങ്ത് ഒക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, AQ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ? എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? പ്രൂഫായിട്ട് AB പ്ലസ് CD ഈസ് ഈക്വൽ ടു AD പ്ലസ് BC. അതായത് സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്. AB കൂടെ CD ആഡ് ചെയ്ത് കഴിഞ്ഞാൽ AD കൂടെ BC സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ പ്രൂഫ് അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്രൂഫാണ് നമുക്ക് ആക്ച്വലി നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ആവശ്യമുള്ളത്. ആ ഒരു ലാസ്റ്റ് ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബിക്കോസ് ഫുൾ പ്രൂഫ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ ഹാഫ് ലെങ്ത് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതിലേക്കൊന്നും നമ്മൾ ഇപ്പൊ കിടക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് അവര് Bക്ക് പകരം AQ ഒരു 3 cm ആണ് എന്നൊക്കെ തരികയാണെങ്കിൽ നിങ്ങൾക്ക് AQ ഈക്വൽ ടു AP എന്നൊക്കെ പറഞ്ഞ് എഴുതാലോ. നമ്മളുടെ പ്രൂഫ് മാതിരി തന്നെ പ്രൊസീഡ് ചെയ്യാം. അതായത് 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. AB പ്ലസ് CD ഈക്വൽ ടു AD പ്ലസ് BC. AB നമുക്ക് എത്രയാന്ന് തന്നിട്ടുണ്ട്? 6 ആണ് തന്നിട്ടുണ്ട്. CD എത്രയാന്ന് തന്നിട്ടുണ്ട്? 8 ആണ് തന്നിട്ടുണ്ട്. AD ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. BC 9 ആണ് തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്രൂഫ് അടക്കം നമ്മളുടെ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് അതർ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ സെയിം ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇത് AB പ്ലസ് CD, ABയും CDയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ ഈക്വൽ ടു ദ സം ഓഫ് AD ആൻഡ് BC. അത് ഓർത്തിരിക്കുക കേട്ടോ. ദാറ്റ് ഈസ് 14 minus 9 is equal to AD or 5 cm is equal to എന്ത് കിട്ടി? AD. ഫുൾ ലെങ്ത് തന്നത് കൊണ്ട് നമ്മൾ ആ പ്രൂഫിലേക്കും കാര്യങ്ങൾക്കും ഒന്നും പോകുന്നില്ല. ഇനി ഹാഫ് ലെങ്ത് ഒക്കെയാണ് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൂഫ് അടക്കം ചിലപ്പോൾ എഴുതി കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. So this is our next 2 mark question. ഈ ഒരു ക്വസ്റ്റ്യൻ 2020 ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് കേട്ടോ. ഒരു പാറ്റേൺ വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും MCQല് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനും ചോദിക്കാം. അപ്പൊ MCQല് ചോദിക്കുകയാണെങ്കിലും 2 മാർക്കിൽ ചോദിക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മിക്കവർക്കും ഇത് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിക്കവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കി നോക്കാം. Find the perimeter of a square circumscribing a circle of radius 3.5 cm. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ടാവില്ല. ഫിഗർ ഞാൻ ഇപ്പോൾ വരച്ചതാണ്. ഫിഗർ ആക്ച്വലി തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചു. സ്ക്വയർ ജസ്റ്റ് നെയിം ചെയ്തു വെച്ചു. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ റേഡിയസ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 3.5 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഗിവൺ ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പെരിമീറ്റർ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് സൈഡ് ഓഫ് ദ സ്ക്വയർ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കണം.
ഇവിടെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ സർക്കിളിന്റെ എന്താണ്, ഡയാമീറ്റർ ആണ് അല്ലെ. അപ്പോൾ സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ ഡയാമീറ്റർ ഓഫ് സർക്കിൾ. ഓക്കെ, ദാറ്റ് ഇസ് 2 into 3.5. നമുക്കറിയാം ഡയാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ട്വൈസ് ഓഫ് റേഡിയസ് ആണ്. ദാറ്റ് ഇസ് 7 centimeter ആണ് സൈഡ് ഓഫ് ദ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടറിയാം ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ഡയാമീറ്റർ ആണെന്നുള്ളത്. അതാണ് പറഞ്ഞത് ഭൂരിഭാഗം കുട്ടികൾക്കും ഇത് കണ്ടാൽ തന്നെ ആൻസർ കിട്ടും എന്നുള്ളത്. നെക്സ്റ്റ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, 4 into സൈഡ് ആണ് അല്ലെ. ദാറ്റ് ഇസ് 4 into 7 is equal to 28 centimeter. അപ്പൊ ഇത് തന്നെ MCQല് ചോദിക്കുകയാണെങ്കിലും നേരെ ഡയമീറ്റർ കണ്ടുപിടിക്കാം, അതിന്റെ 4 times എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെരിമീറ്റർ കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇത് MCQല് ചോദിക്കാനും സാധ്യതയുണ്ട്, 2 മാർക്കിന് ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 2 മാർക്കിൽ ചില ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ എക്സാമ്പിൾ നമ്പർ 2 ഒക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ കിടക്കുന്നുണ്ട്. അത് മിക്കവാറും 2 മാർക്കിന് അങ്ങനെ ചോദിക്കാറില്ല, കാരണം അത് അത്ര 2 മാർക്കിന് ചോദിക്കാനുള്ള കണ്ടന്റ് അല്ല, കുറച്ചും കൂടെ ലെങ്തി ആണ്. ഇപ്പോ അതൊക്കെ 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2019, 17, 11, 12 2 മാർക്കിനാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നിങ്ങൾ 3 മാർക്കിനുള്ള കണ്ടന്റിലാണ് അത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും ലെങ്ത് തന്നെ, ആ ഒരു ലെങ്ത്തിൽ തന്നെ അത് പഠിച്ചു വെക്കുക. കാരണം അത് കറക്റ്റ് കംപ്ലീറ്റ് സ്റ്റെപ്പ് അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞാൽ എക്സാമ്പിൾ നമ്പർ 2 തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ മാർക്ക് ഇപ്പൊ നോക്കണ്ട, 3 മാർക്കിന് പഠിച്ചിട്ട് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും അതേ ആ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ 2 മാർക്കിനും ആഡ് ചെയ്തോളൂ കേട്ടോ. കാരണം ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ നമ്പർ 2 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ, നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആംഗിൾ PTQ is equal to 2 ആംഗിൾ OPQ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു 5-6 പ്രാവശ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 3 മാർക്കിന്റെ രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് അതേ രീതിയിൽ തന്നെ പഠിക്കുക. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും അത്രയും കണ്ടന്റ് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.